إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം, അദ്ദേഹം ഒരു ദിവസം ഹറമിൻ്റെ പരിസരത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് അയാൾ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുകയാണ്.
അങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ആ ഉമ്മാനെ തോളിലേറ്റിയാണ് അയാൾ തവാഫ് ചെയ്യുന്നത്. അയാൾ ഒരു കവിത ചൊല്ലുന്നുണ്ട്. അതൂഫു ബിഹാ വഹിയ ഹാമിലത്തിനി വഅഹ്മിലുഹ അക്സറ മിമ്മ ഹമലത്തിനി. അയാൾ പാടിയ കവിത, ഈ ഉമ്മ എന്നെ ഗർഭത്തിൽ ചുമന്നതുപോലെ ഇന്ന് ഞാൻ അവളെ ചുമന്ന് തവാഫ് ചെയ്യുകയാണ് എന്നാണ് ആ മകൻ ഒരു കവിത പാടിയാണ് കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തവാഫ് കഴിഞ്ഞ് ആ വ്യക്തി അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഈ വ്യക്തി ചോദിക്കുകയാണ്, ഇതിലൂടെ ഞാൻ എൻ്റെ ഉമ്മയുടെ അവകാശം നിറവേറ്റിയില്ലേ? അദ്ദേഹം ഒരു ചാരിതാർത്ഥത്തോടുകൂടെ വലിയൊരു കാര്യം അദ്ദേഹം ചെയ്തു എന്ന അർത്ഥത്തിൽ വന്ന് ഇബ്നു ഉമറിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി ഹൃദയം തുളച്ചു കയറുന്ന ഒരു മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഇല്ല, ഒരിക്കലും നീ ആ ഉമ്മാക്കു ചെയ്തത് ആ ഉമ്മ ചെയ്തു തന്ന സേവനത്തിന് പകരമാവുകയില്ല. അവൾ നിനക്കായി അനുഭവിച്ച ഒരു പ്രസവ വേദനക്കു പോലും, അതിന്റെ ഒരു ചെറിയ ശതമാനത്തിന് പോലും ഇത് പകരമാവുകയില്ല. ഏത്? ഈ കഅബയെ തവാഫ് ചെയ്ത ഈ പ്രവർത്തനം പോലും അതിന് പകരമാകുന്നതല്ല എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആകാശത്തിനു താഴെയുള്ളതിൽ ഏറ്റവും മഹത്തരമായ ബന്ധമാണ് യഥാർത്ഥത്തിൽ മക്കളും പാരൻസും മാതാപിതാക്കളും തമ്മിലുള്ളത്. ഒരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ ചെയ്താലും മതിയാകാത്ത അത്ര കടപ്പാടുകൾ ഒരു വ്യക്തിക്ക് തന്റെ പാരൻസിനോടുണ്ട്, ഉമ്മയോടും ഉപ്പയോടും ഉണ്ട് എന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 4 സൂറത്തിലെ 4 ആയത്തുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന സൂറത്തുൽ ഇസ്രായിലെ 23, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്. ഇവിടെയെല്ലാം അള്ളാഹു ഈ ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യത്തെ ആദ്യം എടുത്തു മുന്നിൽ വെക്കുകയാണ്. വഖലാ റബ്ബുക, നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, ഇബാദത്ത് ചെയ്യേണ്ടത്. എന്നിട്ട് ഖുർആൻ പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. 2 സൂറത്ത് അൻആം 151. അവിടെ പറഞ്ഞത് ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. 3 സൂറത്തുൽ നിസാ 36. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികൂ ബിഹി ശൈഅൻ, അവൻ ഒന്നിലും നിങ്ങൾ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അടുത്തത് 4 സൂറത്തുൽ ബഖറ 83. വഇദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലരോട് അല്ലാഹു കരാർ വാങ്ങിയിരിക്കുന്നു. എന്താണ് ഒന്നാമത്തെ കരാറ്? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റൊരാളെയും ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, രണ്ടാമത്തത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. 4 ആയത്ത്. ഇങ്ങനെ നിരവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിലേക്കുള്ള ഇബാദത്ത് ചേർത്തി പറഞ്ഞ ആ കൂട്ടത്തിൽ അതിന്റെ കൂടെ പറഞ്ഞ വിഷയമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന വിഷയം. എന്ന് പറഞ്ഞാൽ ഈ ആയത്തുകളിൽ നിന്ന് അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അള്ളാഹുവിനോടുള്ള കടമ പറഞ്ഞെടുത്താണ് അള്ളാഹു പാരൻസിനോട് നിങ്ങളുടെ കടമകൾ, ബാധ്യതകൾ നിർവഹിക്കണം എന്ന് പറയുന്നു. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ബഹർ, അതായത് ഇൽമിന്റെ ബഹറാണ് പ്രവാചകന്റെ സ്വഹാബിമാരിൽ ഖുർആനിന്റെ വിഷയത്തിൽ ഏറ്റവും ഇൽമുള്ള സ്വഹാബിയാണ് അദ്ദേഹം. ഈ വിഷയത്തിൽ ഈ ആയത്തുകളെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? മാതാപിതാക്കളോടുള്ള പെരുമാറ്റം എങ്ങനെയാവണം, അദ്ദേഹത്തിന്റെ വാചകമാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ കൊണ്ടുള്ള ഉദ്ദേശം അവരോട് സ്നേഹവും ആർദ്രതയും കാണിക്കുക, 1. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫലാ യുഗ്ലിദു ലഹുമാ ഫിൽ ജവാബ്, അവരോടുള്ള മറുപടി പറയുമ്പോൾ ശബ്ദം കനപ്പിക്കാതിരിക്കുക. പലരും എന്തെങ്കിലൊക്കെ ഉപ്പ ചോദിക്കും, ഉമ്മ ചോദിക്കും, മറുപടികൾ കനപ്പിച്ചിട്ടാണ് മറുപടികൾ, അതല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടാണ് അതിന്റെ ഉത്തരങ്ങൾ പലപ്പോഴും മക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നന്മ ചെയ്യൽ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മറുപടികളിൽ നിങ്ങളുടെ സംസാരങ്ങൾ കനപ്പിക്കരുത്. അതേപോലെ തന്നെ അദ്ദേഹം പറയാണ് വലാ യഹിദ്ദു നദറ ഇലൈഹിമ, അവരെ തുറിച്ചു നോക്കാതിരിക്കുക. നമ്മൾ എത്ര വട്ടം തുറിച്ചു നോക്കി ദേഷ്യം പിടിച്ചപ്പോൾ? ഇബ്നു അബ്ബാസ് പറയാണ് അവരെ തുറിച്ചു നോക്കരുത്. വലാ യർഫഉ സൗതഹു അലൈഹിമ, അവരുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരരുത്.
ഇതൊക്കെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതിൽപ്പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയാണ്, അവരോടുള്ള പെരുമാറ്റം ഒരു അടിമ തന്റെ യജമാനനോടെന്ന പോലെ താഴ്മയോടെ ആയിരിക്കണം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജന്മം നൽകിയ ഉമ്മയോടും നമ്മളെ പോറ്റി വളർത്തിയ ഉപ്പയോടും നന്മ ചെയ്യണമെന്നാണ് ഇസ്ലാം ശക്തമായി പ്രമാണങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ അമുസ്ലിമീങ്ങളാണെങ്കിൽ പോലും വിശുദ്ധ ഖുർആൻ പറയുന്നത് അവർക്ക് നന്മ ചെയ്യണമെന്ന്. എത്രയെത്ര ഹദീസുകളാണ്. അസ്മാ ബിൻത്ത് അബീബക്കർ പ്രവാചകനോട് ഒരിക്കൽ ചോദിക്കാണ്. അവരുടെ വീട്ടിലേക്ക് അവരുടെ മുശ്രിക്കത്തായ അവരുടെ ഉമ്മ കടന്നു വന്നു. അവര് അനുവാദം ചോദിച്ചു, പ്രവാചകനോട് ചോദിക്കുകയാണ്. പ്രവാചകൻ അവരുമായി ചില കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭമാണ്. അസ്മാ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് എന്താണ്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ഉമ്മി ഖദിമത്ത് അലയ്യ വഹിയ റാഗിബത്തുൻ അഫഅസിലുഹ, ഞാൻ അവളോട് ബന്ധം ചേർത്താൻ, എന്റെ ഉമ്മയോട് ബന്ധം ചേർക്കാൻ എനിക്ക് അനുവാദമുണ്ടോ? പ്രവാചകൻ പറഞ്ഞത് നാം സിലീഹ, നീ അവളോട് ബന്ധം ചേർത്തുക. അപ്പോൾ ഒരു മുശ്രിക്കത്തായ ബഹുദൈവാരാധകയായ ഒരു ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിൽ പോലും അവിടെ പാരന്റ്സിനോട് വളരെ മാന്യമായ നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. സഅദ് ബിൻ അബീ വഖാസ് മുശ്രിക്കത്തായ ഉമ്മയോട് മാതാവ് എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ എല്ലാം വിട്ട് നിങ്ങൾ പോകാൻ പറഞ്ഞാലും ഒരിക്കലും അവർക്കെതിരെ സംസാരിക്കരുത് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രയും വലിയ കടപ്പാടും കടമകളും സ്വന്തം ഉമ്മയോടും ഉപ്പയോടും ഉണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതം എങ്ങനെയാണ്. പ്രായാധിക്യം ചെന്ന ഉമ്മമാർ പല വീടുകളിലും ഉണ്ട്, പ്രായാധിക്യം ചെന്ന ഉപ്പമാരുണ്ട്, അതല്ലെങ്കിൽ ചെറിയ മക്കളുണ്ട്. നമ്മുടെയൊക്കെ പെരുമാറ്റം എങ്ങനെയാണ് എന്നത് നമ്മൾ ഓരോരുത്തരും എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ അവിടെ വളരെ ഗൗരവത്തോടെ വിഷയത്തെ കണ്ടുകൊണ്ട് നമ്മൾ എഡിറ്റിങ്ങുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിന്റെ പുണ്യം എത്രയാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്, ഒരു സഹാബി പ്രവാചകന്റെ അടുക്കൽ വരികയാണ്. ഇബ്നു മസ്ഊദ് എന്ന സഹാബി പ്രവാചകന്റെ അടുത്ത് വന്നു. അദ്ദേഹമാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ പ്രവാചകനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്, പ്രവർത്തനം ഏതാണ്? ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായ അമലേതാണ്? പ്രവാചകൻ പറയുന്നത് അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ് എന്ന് പറഞ്ഞ പുരുഷന്മാര് ജമാഅത്ത് നിസ്കരിക്കലാണ്, സ്ത്രീകൾ അവർ ആ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ്. ഇബ്നു മസ്ഊദ് പറയാണ്, ഞാൻ വീണ്ടും ചോദിച്ചു, ഖുൽതു, എന്താ ചോദിച്ചത്? സുമ്മ അയ്യി, പ്രവാചകരെ പിന്നെ ഏതാണ്? റസൂല പറഞ്ഞു, സുമ്മ ബിർറുൽ വാലിദൈൻ, പിന്നീട് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, സുമ്മായി. റസൂലുള്ളാഹി പറഞ്ഞു, സുമ്മൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ് എന്ന് പറഞ്ഞ ഈ ഹദീസിന് എന്ത് മനസ്സിലായി? അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ വലിയ പുണ്യം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനുണ്ട്. ഒന്നാമത് പറഞ്ഞത് അള്ളാഹിനോടുള്ളൊരു ഹക്കാണ്, അത് നിസ്കാരമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ആ അവ്വൽ വഖത്തിൽ നിസ്കാരം, 5 നേരത്തെ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, ജിഹാദിനേക്കാളും ഇഷ്ടം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. എത്ര വരെ പ്രവാചകന്റെ അടുക്കലേക്ക് യുദ്ധത്തിന് പോകാൻ ബൈഅത്ത് ചെയ്യാൻ വന്ന എത്ര സഹാബികൾ അവർക്ക് അനുവാദം കൊടുത്തോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിഹാദിനും ഹിജ്റക്കും വേണ്ടി ഒരു സഹാബി വരെയാണ്, ചെറുപ്പക്കാരനാണ്, ബൈഅത്ത് ചെയ്യാനാണ് വന്നത്, പിന്നെ ഉറപ്പ് കൊടുക്കാനാണ് വന്നത്. ഹദീസ് ഇങ്ങനെയാണ്, ഇമാം മുസ്ലിം, അഖ്ബല റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉബായിഉക അലൽ ഹിജ്റതി വൽ ജിഹാദ്, പ്രവാചകരെ, ഞാനിതാ ഹിജ്റക്ക് വേണ്ടി, ജിഹാദിനു വേണ്ടി ഞാനിതാ നിങ്ങളോട് ബൈഅത്ത് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അബ്തഗിൽ അജ്റ മിനല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ നിന്നുള്ള പ്രീതിയും പൊരുത്തവുമാണ് പ്രവാചകരെ ഈ ഹിജ്റ കൊണ്ടും ജിഹാദ് കൊണ്ടും ഞാൻ ആഗ്രഹിക്കുന്നത് റസൂലേ. പ്രവാചകന്റെ ആദ്യത്തെ ചോദ്യം എന്താ? എന്നാൽ പിന്നെ പോരി എന്ന് പറഞ്ഞിട്ട് റസൂലിനെ കൂട്ടല്ല. പ്രവാചകൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എന്താണ്? ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ, നിന്റെ വീട്ടിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? സഹാബി പറഞ്ഞു, നഅം, അതെ. ബൽ കിലാഹുമാ, അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്.
ഖാല റസൂലുള്ള വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, ഫതബ്തഗിൽ അജ്റ മിനല്ലാഹ്, നീ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണോ ആഗ്രഹിക്കുന്നത്? അതാണോ ഉദ്ദേശിക്കുന്നത്? അതാണോ നിനക്ക് താല്പര്യമുള്ളത്? ഖാല അദ്ദേഹം പറഞ്ഞു, നഅം, അതേ റസൂലേ, ഞാൻ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചാണ് വന്നിരിക്കുന്നത്. റസൂല പറഞ്ഞു, എങ്കിൽ ഫർജിഅ്, നീ മടങ്ങിപ്പോവുക. എവിടത്തേക്ക്? നിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുക. ജിഹാദിന് വന്ന ഒരാൾ, ഹിജ്റക്ക് വന്ന ഒരാൾ, പ്രവാചകന് ഒരു മിലിറ്ററിയിൽ ഒരാളെ അധികം കിട്ടിയാൽ അതിന് വലിയ ശക്തി പകരും. ഒരു ചെറുപ്പക്കാരനാണ്, പക്ഷേ പ്രവാചകൻ പറഞ്ഞു ഫർജ്, മാതാപിതാക്കൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ യുദ്ധത്തിന് അനുവാദം കൊടുത്തില്ല. ഫർജ്, നീ മടങ്ങിപ്പോവുക. ഇലാ വാലിദൈക, നിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക്. ഫഹ്സിൻ സുഹ്ബതഹുമാ, എന്നിട്ട് നീ അവരോട് ഏറ്റവും നല്ല നിലയിൽ സഹവർത്തിക്കുക, സഹവസിക്കുക. അതാണ് നിന്റെ ജിഹാദ്. അപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിഷയത്തിലെ കഠിനമായ പരിശ്രമം. അപ്പോൾ മാതാപിതാക്കളുടെ അടുത്ത് ആ ചുക്കിച്ചുളിഞ്ഞ ശരീരത്തിൽ ഒന്ന് തടവി അവർക്ക് മെഡിസിൻ എടുത്തു കൊടുക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്, അത് വലിയ ജിഹാദാണ്. ഒരു പോർക്കളത്തിൽ ഇറങ്ങി ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവിടെ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ വലിയ ജിഹാദ് തന്റെ മാതാപിതാക്കൾക്ക് ഒരാൾക്ക് നിർവഹിക്കാനുണ്ടെന്നാണ്. എത്ര വലിയ പുണ്യമാണ്. നമ്മൾ എത്ര ആളുകൾ ഇതിനെ ആ ഒരു നിയത്തോടുകൂടെ മാതാപിതാക്കളോട് നമ്മൾ പെരുമാറുന്നുണ്ട്. യമനിൽ നിന്ന് ഹിജ്റ വന്ന വ്യക്തിയെ പ്രവാചകൻ തിരിച്ചയച്ചു എന്നാണ്. യമനിൽ നിന്ന് ഹിജ്റ വന്ന സ്ഥലത്തേക്ക് പിന്നെ പോകാൻ പറ്റൂല, സ്ഥിരതാമസത്തിന് പിന്നെ മടങ്ങി പോകാൻ പാടില്ല. എന്നാൽ പ്രവാചകൻ തിരിച്ചയച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, ഉമ്മ അനുവദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അള്ളാന്റെ മാർഗത്തിലാണെന്ന് കരുതിയാണ് പോകുന്നത്. പക്ഷെ റസൂല തിരിച്ചയച്ചു. അവർ അനുവാദം തരുന്നുവെങ്കിൽ വരാം, ഇല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തിയും കോപവും നമുക്ക് ഉണ്ടാവാൻ വരെ കാരണമാകുന്ന കാര്യമാണ് നമ്മുടെ പേരൻസുമായുള്ള നമ്മുടെ ബന്ധം. എങ്ങനെയാണ് അത് പരിഗണിച്ചാണ് അള്ളാഹു നമ്മളോടുള്ള ബന്ധം ഉണ്ടാകാൻ. നോക്കിയേ, അതിന്റെ മാനദണ്ഡം നോക്കിയേ. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? അള്ളാഹു നമ്മളോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണോ? എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉമ്മയോട് ഉപ്പയോട് എങ്ങനെയാണ്? ഇതിനനുസരിച്ചിട്ടാണ് അള്ളാഹു നമ്മളോട്. ഹദീസ് എന്താണ്? ഇമാം തുർമുദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റിളർ റബ്ബി ഫീ റിളൽ വാലിദ്, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിന്റെ തൃപ്തി. അപ്പോൾ മാതാപിതാക്കൾ നമ്മളെപ്പറ്റി തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കണ്ണീര് കുടിക്കേണ്ടി വന്നിട്ടുണ്ടോ? നമ്മളെപ്പറ്റി മനസ്സു വേദനിക്കേണ്ടി വന്നിട്ടുണ്ടോ? എങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി നമുക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുകയില്ല. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. അപ്പൊ എത്ര വലിയ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ആളുകൾ ഈ വിഷയത്തിൽ എത്ര കണ്ട് മാതൃക കാണിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. അവരുടെ വളരെ ചെറിയ കാര്യത്തിൽ പോലും, മാതാപിതാക്കളോട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവര് കാണിച്ച ആ വലിയ പരിശ്രമങ്ങൾ നമുക്കറിയാം. അബുൽ ഹസൻ അലി ഇബ്നുൽ ഹുസൈൻ സൈനുൽ ആബിദ് എന്ന് പറയുന്ന അലി ഇബ്നു അബി താലിബിന്റെ പേരക്കുട്ടി, അദ്ദേഹം മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന വിഷയത്തിൽ പേരുകേട്ട വ്യക്തിയാണ്, എല്ലാവരിലും അറിയപ്പെട്ട വ്യക്തിയാണ്, അത്രയും പുണ്യം ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഉമ്മയോടൊത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഖീല ലഹു ഇന്നക മൻ അബറ നാസ് ബി ഉമ്മിക വലസ്ന നറാക തഅകുല മഅഹ ഫി, നിങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് ഉമ്മയുടെ കൂടെ ഇരുന്ന് നിങ്ങൾ താങ്കളുടെ ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ ഇതുവരെ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ അറിയോ? അദ്ദേഹം ആ ചോദ്യത്തിന് അലി സൈനുൽ ആബിദിൻ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഭക്ഷിക്കുമ്പോൾ അവർ നോക്കിയ ഭാഗത്തേക്ക് അവരുടെ കൈകൾക്ക് മുമ്പ് എന്റെ കൈകൾ എത്തിപ്പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അങ്ങനെ ആയാൽ അത് എന്റെ ഉമ്മയെ ധിക്കരിക്കലാകുമോ? എത്രയാണ് അവർ ശ്രദ്ധിച്ചത്? ഒന്നിച്ചിരിക്കുമ്പോ അവര് നോക്കിയതോ അവരുടെ കൈകൾ പോകുന്നതിന് മുമ്പോ അത്ര പോലും, ഒരു നോട്ടത്തെ പോലും അവർ അത്രയധികം വളരെ ഗൗരവത്തിൽ അവർ ശ്രദ്ധിച്ചു പോന്നു എന്നാണ്. നമ്മളെ എത്ര എത്ര നിസ്സാരമായി കാണുന്ന കാര്യമാണ്. അതേപോലെ ഹൈവത്ത് ബിനു ശുറൈഹ്, അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു, ഒരുപാട് ശിഷ്യന്മാരുള്ള മഹാപണ്ഡിതൻ, ആലിമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ദർസിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അദ്ദേഹത്തിന്റെ ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാര് പറയാണ്, മോനേന്ന് വിളിക്കും ഉമ്മ. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മോനേന്ന് വിളിച്ചാൽ അദ്ദേഹം ദർസ് നടക്കുന്ന ഒരു പ്രത്യേക സ്പേസ് ഉണ്ട്, അവിടെ നിന്ന് അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് നിന്ന് ആ വിളി കേട്ടാൽ അദ്ദേഹം എഴുന്നേറ്റ് പോകും. എന്തിനാണ് വിളിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ കാര്യത്തിനാണ്. അവിടെ ശിഷ്യൻ പറയാണ്, ഒരിക്കൽ വിളിച്ചത്, മോനെ
കോഴിക്ക് തീറ്റ കൊടുക്കൂ എന്നാണ് ഉമ്മ വിളിച്ചു പറയുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ശിഷ്യന്മാർ മുന്നിലിരിക്കെ ദർസ് നിർത്തി അദ്ദേഹം എഴുന്നേറ്റ് പോയി ഉമ്മ പറയുന്നത് ചെയ്തു എന്നാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉമ്മ പറഞ്ഞത്, ഉപ്പ പറഞ്ഞത്, നമ്മൾ പലതിന്റെ പേരിലും അനുസരണക്കേട് കാണിക്കുന്ന എത്രയെത്ര സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവർക്ക് വലിയ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ 2 നബിമാരുടെ ക്വാളിറ്റികൾ പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരായിരുന്നു. ഒന്ന് ഈസാ അലൈഹിസ്സലാമിനെ പറ്റിയാണ്, സൂറത്തു മറിയമാണ് 32, 33. എന്താണ് അവിടെ പറഞ്ഞത്? വബർറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യ. ഈസാ നബിയെ പറ്റി പറഞ്ഞാണ്. എന്താ? തന്റെ ഉമ്മാക്ക്, അതായത് മറിയം ബീവിക്ക് അലൈഹിസ്സലാമക്ക് പുണ്യം ചെയ്യുന്നവനുമാണ് ഈസബിനു മറിയം. അദ്ദേഹത്തിന്റെ വലിയ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് മാതാപിതാക്കളോട് പുണ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് പുണ്യം ചെയ്യുക? ജീവിതകാലത്ത് മാത്രമാണോ? ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അവരുടെ അടുത്തിരുന്ന് അവർ പറയുന്നത് കേൾക്കുക, അവരെ സന്തോഷിപ്പിക്കുക. ആ നിലക്ക് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമുക്ക് മരിച്ചാലും അവർക്ക് നന്മകളുണ്ട് എന്നാണ്. മരിച്ചാൽ എന്താണ് നന്മ? അവിടെയാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന് ഇസ്തിഗ്ഫാറുകൾ നടത്തുക അവർക്ക് വേണ്ടി. മരിച്ചുപോയ ഉമ്മയാണെങ്കിൽ, അപ്പൊ ഒരു മരണപ്പെട്ടു, ഉപ്പയും ഉമ്മയൊക്കെ മരിച്ച ഖബറിലാണ്. അപ്പൊ ഇനി എനിക്ക് എന്താണ് നന്മ ചെയ്യാനുള്ളത്? ഒരാൾ ചോദിക്കണം, ഇനി എന്താ നന്മ? അവരൊക്കെ മരിച്ചുപോയില്ലേ? മരിച്ചാലും അവർക്ക് നന്മ ചെയ്യാനുണ്ട്. എന്താ? അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ സ്വർഗത്തിൽ ചില ഉമ്മയുടെ ഉപ്പയുടെ ദറജകൾ ഉയരുന്നത് എങ്ങനെയാണ്? അവര് തന്നെ അത്ഭുതം കൂറി ചോദിക്കും, ഇതെങ്ങനെയാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് ഇത്ര വലിയ സ്ഥാനമാനങ്ങൾ സ്വർഗത്തിൽ കിട്ടിയത്? അവരോട് പറയും, നിങ്ങളുടെ മക്കൾ നിന്റെ മക്കൾ നിനക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാറാണ്. ഒന്ന് ഇസ്തിഗ്ഫാറാണ്. നമുക്ക് മരിച്ച മാതാപിതാക്കൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഒന്ന് ഇസ്തിഗ്ഫാറാണ്. 2 ദുആ. എല്ലാ അർത്ഥത്തിലും മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരു ഉമ്മാക്ക് ബാക്കിയാകുന്ന, ഖബറിൽ കിടക്കുമ്പോഴും ബാക്കിയാകുന്ന മുതലേതാണ്? വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു മകൻ, സ്വാലിഹായ ഒരു മകൾ. ആ ഉമ്മ കണമുറിയാത്ത നന്മയാണ്. ഖബറിൽ കിടക്കാണ്, പക്ഷെ ആ ഉമ്മാന്റെ 5 മക്കൾ നിർബന്ധ നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നവരാണ്. ആൺമക്കള് അവര് രാവിലേക്കൊന്ന് എപ്പോഴെങ്കിലും ആഴ്ചക്ക് ഖബർസ്ഥാനിന്റെ അടുത്ത് പോയി ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഉപ്പാക്ക് വേണ്ടി സ്വർഗം കിട്ടാൻ, ഖബറ് വിശാലമാകാൻ, പാപം പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കുന്ന മക്കളാണ്. അവർക്ക് അതിന്റെ നന്മകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. 3, അവർ എന്തെങ്കിലും ഖലാ ചെയ്തിട്ടുണ്ട്, അവരെന്തെങ്കിലും കടമുണ്ടെങ്കിൽ അത് വീട്ടലാണ്. അത് സൃഷ്ടികളോട് മാത്രമല്ല. റസൂല പറഞ്ഞത് അള്ളാഹ്ക്കുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും വലിയ ബാധ്യത. നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ, നേർച്ചകൾ നേർന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കഫാറത്തുകൾ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ വീട്ടേണ്ട ബാധ്യത ആയിരിക്കുന്നുണ്ട് മക്കൾ. അത് ബിർറുൽ വാലിദയിൽ പെടും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. വസിയത്തുകൾ നിറവേറ്റുക. അവർ വല്ല വസിയത്തുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് ഇത്ര ഭാഗം ഞാൻ ഇന്നതിന് കൊടുക്കും, അത് കഴിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റ് അനന്തരമായി ഓതി വെക്കാൻ പറ്റൂ. അപ്പൊ ആ വസിയത്തുകൾ അവർക്ക് ശേഷം വീട്ടുക എന്നത് അത് ബിർറുൽ വാലിദയിൽ പെടും എന്ന് പണ്ഡിതന്മാർ പറയുന്നു. സിലത്തുർ റഹീം. എങ്ങനെ? ഉപ്പാന്റെ കുടുംബം, ഉമ്മാന്റെ കുടുംബം, അവരോടുള്ള ബന്ധം, അത് ആ ബന്ധങ്ങളെ, രക്തബന്ധങ്ങളെ ചേർത്ത് നിർത്തൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അദ്ദേഹം അബൂ ബുർദ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അങ്ങോട്ട് പോയി. എന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? നിങ്ങളുടെ വാപ്പയും എന്റെ വാപ്പയും ഇടയിൽ നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ അങ്ങോട്ട് പോയത് എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവരിലൂടെ ചേർക്കപ്പെട്ട ബന്ധങ്ങൾ നിലനിർത്തട്ടെ. അപ്പൊ ഉപ്പാന്റെ സുഹൃത്തുക്കൾ, ഉമ്മയുടെ സുഹൃത്തുക്കൾ, അവരുമായി നമുക്ക് എന്ത് ചെയ്യണം? അവരൊക്കെ മരിച്ചുപോയി, പക്ഷെ അവരുടെ ബന്ധങ്ങളും സുഹൃത്തു ബന്ധങ്ങളും ഇന്നും നമ്മുടെ പരിസരത്തും നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് ബന്ധം ചേർത്തുന്നത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് എന്ത് ചെയ്യാണ്? പഠിപ്പിച്ചു തരികയാണ്. എത്രയെത്ര സംഭവമാണ്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു അറാബിയെ കണ്ടു. അദ്ദേഹം ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ തലയിലെ തലപ്പാവ് എടുത്തിട്ട് ആ അറാബിയുടെ തലയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് ആ അറാബിയെ ഒട്ടകപ്പുറത്ത് കയറ്റിയിരുത്തി. എന്നിട്ട് അദ്ദേഹത്തെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ അദ്ദേഹത്തെ നടത്തിച്ചു. എന്നിട്ട് അതിന്റെ കൂടെ ഇബ്നു ഉമർ നടന്നു. ആളുകൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, ഇതെന്താണ് ഇബ്നു ഉമർ ചെയ്യണത്? ഇബ്നു ഉമർ പറഞ്ഞെന്താ അറിയോ? മുത്തബിയുസുന്ന എന്നറിയപ്പെട്ട ഇബ്നു ഉമർ പറഞ്ഞത്, ആ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നത് ആരാണ്? എന്റെ വാപ്പയുടെ സുഹൃത്താണ് അദ്ദേഹം.
ആ ബന്ധമായിരുന്നു അദ്ദേഹം കാണിച്ചത് എന്നാണ്. അതേപോലെ സ്വതക്ക, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി സഅദ് ബിൻ ഉബാദ, റസൂലെ എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചു, ഉമ്മാക്ക് വസിയത്തിന് അവസരമുണ്ടായിരുന്നെങ്കിൽ സ്വതക്ക ചെയ്യുമായിരുന്നു, ഞാൻ ഈ തോട്ടം സ്വതക്ക ചെയ്യട്ടെ, പ്രവാചകൻ അനുവദിച്ചു. അതേപോലെ ഹജ്ജും ഉംറയും ഇത്തരം കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവർ മരിച്ചാലും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന നന്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഈസാ നബിയുടെ, യഹ്യാ നബി അലൈഹി ഇസ്ലാമിയുടെ ഒക്കെ ക്വാളിറ്റിയായി അള്ളാഹ് പഠിപ്പിച്ചെന്താണ്? അവർ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നത്. നിങ്ങൾക്കറിയോ, ഈ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹത്തിന്റെ ഒച്ച നബി മിഅ്റാജിന്റെ അന്ന് സ്വർഗം കണ്ടപ്പോ നബി അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കേട്ടു. മനോഹരമായ ഒരു ഖുർആൻ പാരായണം അദ്ദേഹം കേട്ടു. ദഖൽതുൽ ജന്ന, ആയിഷ ബീവിയാണ് പറയുന്നത്, റസൂൽ എന്നോട് പറഞ്ഞു, ദഖൽതുൽ ജന്ന, സ്വർഗത്തിൽ ഞാൻ പ്രവേശിച്ചു. ഫസമീതു ഫീഹാ ഖിറാഅത്തൻ, അതിമനോഹരമായ ഒരു ഖുർആനിന്റെ പാരായണം ഞാൻ സ്വർഗത്തിൽ കേട്ടു. ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ഇത് ആരുടെ ഖിറാഅത്താണ് ഈ കേൾക്കുന്നത്? അപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഹാരിസത്ത് ബിൻ നുഅ്മാൻ. ഇത് ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന സഹാബിയുടെ ശബ്ദം, പാരായണമാണ് അങ്ങ് സ്വർഗലോകത്ത് പ്രവാചകൻ കേൾക്കുന്നത്. പ്രവാചകൻ ചോദിച്ചു, എന്താണ് അതിന്റെ കാരണം? കദാകുമുൽ ബിർ, മാതാപിതാക്കൾക്ക് അങ്ങേയറ്റം നന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഹാരിസത്ത് ബിൻ നുഅ്മാൻ. ആ ദറജയാണ് അദ്ദേഹത്തിന് സ്വർഗലോകത്ത് പോലും അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കേട്ടു എന്നാണ്. എത്ര ഉവൈസുൽ ഖർനി എന്ന സ്വഹാബിയാകാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു പ്രവാചക കാലത്ത് ജീവിച്ചത്. പ്രവാചകനെ കാണാൻ കഴിയാത്തത്, ഉമ്മാക്ക് പൂർണ്ണമായും സേവനം അനുഷ്ഠിച്ച പേരിൽ പ്രവാചകനെ നേരിട്ട് കാണാൻ കഴിയാതെ എന്ന് പറഞ്ഞ സ്വഹാബി എന്ന ദറജയിലേക്ക് എത്താതെ പോയ ഉവൈസുൽ ഖർനി ഉമ്മാക്ക് വേണ്ടിയായിരുന്നു ജീവിതം സമർപ്പിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. എത്ര അനുഭവം. ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇസ്തിഗ്ഫാർ നടത്തി എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണിത്? ഉമ്മ സഹിച്ച ത്യാഗങ്ങൾ വിവരിക്കാൻ കഴിയാത്തതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞത്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചാണ് അവർ നിന്നെ ഗർഭം ചുമന്നിരിക്കുന്നത്. വഫിസാലുഹു ഫീ ആമൈൻ, മുലകുടി പ്രായം 2 വർഷമാണ്. അൻഷ്കുർലി, എനിക്കു നന്ദി കാണിക്കണം. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം. ഇലയ്യൽ മസീർ, എന്റെ അടുക്കലേക്കാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഖുർആൻ നിരവധി ആയത്തുകളിൽ, സൂറത്തുൽ ഇസ്രാ തന്നെ പറഞ്ഞതാ, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ്? വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ റബ്ബേ അവർക്ക് റഹ്മത്ത് ചെയ്യണേ. ആർക്ക്? ഉമ്മാക്കും ഉപ്പാക്കും അല്ലാഹുവേ റഹ്മത്ത് ചെയ്യണേ എന്നാണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെ വേദനിപ്പിച്ചാൽ, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞാൽ, മക്കൾ കാരണം ഏതെങ്കിലും ഒരു ഉമ്മ പ്രയാസപ്പെട്ടാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഹദീസ്. പ്രവാചകൻ ഏറ്റവും വലിയ പാപമായി പഠിപ്പിച്ചെന്താ? ഒന്ന്, അൽ ഇശ്റാഖു ബില്ലാഹ്, നമ്മളെ സൃഷ്ടിച്ചവനായിരിക്കെ റഹ്മാനായ റബ്ബിന് മാത്രം കൊടുക്കേണ്ട ആരാധനകൾ, ദുആകൾ, നേർച്ചകൾ, വഴിപാടുകൾ, സുജൂദുകൾ അല്ലാഹുവിന് മുമ്പിൽ മാത്രം, ജാറങ്ങൾക്ക് മുമ്പിൽ, മഖ്ബറകൾക്ക് മുമ്പിൽ, മഖാമുകൾക്ക് മുമ്പിൽ, ഇത്തരം ആളുകൾക്ക് മുമ്പിൽ അല്ല സങ്കടങ്ങൾ പറയേണ്ടത്, ആഗ്രഹ സഫലീകരണങ്ങൾ നടത്തേണ്ടത് അല്ലാഹുവിന് മാത്രം. ഇത് അല്ലാത്തവരിലേക്ക് തിരിഞ്ഞാൽ അത് ശിർക്കാണ്. ഏറ്റവും വലിയ പാപം ശിർക്കായി റസൂൽ പഠിപ്പിച്ചു. എന്നിട്ട് പിന്നെ പഠിപ്പിച്ചെന്താ? 2, വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കലാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ടാണ് റസൂലുള്ള ശാപം എന്ന് പറഞ്ഞു. റഗിമ അൻഫു സുമ്മ റഗിമ അൻഫു സുമ്മ റഗിമ അൻഫ്, നശിക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എന്ന് റസൂലുള്ള പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, 3 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. സ്വഹാബികൾ ചോദിക്കാണ്, മൻ യാ റസൂലല്ലാഹ്, അവരാരാണ് റസൂലെ, ആരുടെ മേലാണ് ശാപം? റസൂല പറഞ്ഞു, മൻ അദറക അബവൈഹി ഇൻദൽ കിബർ, പ്രായാധിക്യമുണ്ടായ മാതാപിതാക്കൾ ഒരാൾക്ക് വന്നുകിട്ടി. ഒരാളുടെ ജീവിതത്തിൽ പ്രായാധിക്യമുള്ള മാതാപിതാക്കൾ ആരുടെയെങ്കിലും ഒപ്പമുണ്ട്. അഹദുഹുമാ ഔ കിലാഹുമാ, ഒരാളോ രണ്ടാളോ, ഫലം യുദ്ഖിലിൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചില്ല, അയാൾക്ക് നാശം എന്നാണ് റസൂല പറഞ്ഞത്. അയാൾക്ക് നാശം എന്നാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ധിക്കരിച്ചവർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇഹലോകത്തു തന്നെ അതിന്റെ ശിക്ഷ കിട്ടുന്നതാണ്. നമ്മൾ വരമ്പത്ത് കൂലി എന്ന് പറയാറില്ലേ? റസൂലുള്ള പണ്ഡിതന്മാർ പറയുന്നത്, കുല്ലു മഅസിയത്തിൻ തുഖറു ഉഖൂബത്തിഹാ ബിമശീഅത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് എല്ലാ തിന്മകളുടെയും ശിക്ഷ ഒരാൾക്ക് ലഭിക്കപ്പെടുക. അതാണ് അതിന്റെ ഒരു പൊതു പ്രൊസീജർ. അങ്ങനെയാണ്
പരലോകത്താണ് അള്ളാഹു അതിനെ പാപങ്ങൾ തൗബ ചെയ്ത് അത് മായ്ക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന്റെ പിടുത്തം പരലോകത്താണ്. എന്നാൽ ഒരൊറ്റ തിന്മയെ പണ്ഡിതന്മാരെണ്ണി ഇല്ലൽ ഉഖു, മാതാപിതാക്കളെ ദ്രോഹിച്ചവൻ അവൻ മരിക്കുന്നതിന് മുമ്പ് അത് അനുഭവിക്കുമെന്നാണ്. അതിന്റെ ഭവിഷ്യത്ത് അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുമെന്നാണ്. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തി ഖുർആൻ പഠനവും പ്രബോധനം വരെ നടത്തുന്നത് പോലും തെറ്റാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഒരു ഹസനുൽ ബസ്രിയോട് ഉമ്മ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുക ഖുർആൻ പഠിക്കുന്ന കാര്യത്തെ പറ്റി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞെന്താ, നീ ഉമ്മയുടെ കൂടെ ഇന്നി അതഅല്ലമുൽ ഖുർആൻ, അദ്ദേഹം ചോദിക്കാണ് രാത്രി ഭക്ഷണം കഴിക്കാൻ. കാലൽ ഹസനുൽ ബസ്രി പറഞ്ഞത്, നീ ഉമ്മയുടെ കൂടെ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർക്ക് കൺകുളിർമ നൽകുക, അതാണ് നീ സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്നാണ്. എത്ര അഭേദ്യമായ ബന്ധമാണ് ഇസ്ലാം ഈ ബന്ധങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പ്രയാസപ്പെടുത്ത നന്മ ചെയ്യുന്നത് പോലും തെറ്റാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു കാര്യത്തിൽ അവരോടുള്ള അനുസരണമില്ല. അത് സൂറത്തുൽ ലുഖ്മാൻ 15 പഠിപ്പിച്ചു. എന്താണ്? വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യത്തിൽ അല്ലാഹുവിൽ പങ്കുചേർക്കാൻ അവർ നിന്നെ നിർബന്ധിക്കുന്നു, ഫലാ തുതിഉഹുമാ, അവർ ഇരുവരെയും നീ അനുസരിക്കേണ്ടതില്ല. അതേ സമയത്ത് ഖുർആൻ പറഞ്ഞു വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിൽ അവരോട് നന്മ ചെയ്ത് മുന്നോട്ട് പോകണം, പക്ഷെ ആ വിഷയത്തിൽ അനുസരിക്കേണ്ടതില്ല. അതാണ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, 100 ആത്മാവ് പിടഞ്ഞു മരിക്കുന്നത് കണ്ടാലും മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആ വിശ്വാസത്തിൽ നിന്ന്, ആ ഷഹാദത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയില്ല. കാരണം അത് അള്ളാഹിന്റെ കാര്യത്തിലാണ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടതില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിർവഹിച്ച് നമുക്ക് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ നിലക്ക് സദാസമയം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് സന്തോഷം നൽകി ആ നിലക്ക് നന്മകൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം, നമ്മുടെ കലണ്ടറുകൾ മാറുമ്പോൾ പലപ്പോഴും ആളുകൾ പുതിയ വർഷത്തെ ആഘോഷിക്കുന്ന ആ രൂപത്തിൽ വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാവേണ്ടത്, ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കുറഞ്ഞു, നാം മരണത്തിലേക്ക് ഒരു വർഷം അടുത്തു എന്ന ചിന്തയാകണം ഉണ്ടാവേണ്ടത്. മനുഷ്യ ജീവിതം എന്നത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു ചെറിയ യാത്രയാണ്. അതിലൊരു പുതിയ വർഷം വന്നെത്തുന്നത് നമ്മുടെ യാത്രയുടെ അന്ത്യമായ മരണത്തിലേക്കുള്ള ദൂരം, ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ആ സന്ദേശമാണ്, മെസ്സേജാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇവിടെ നമുക്ക് കഴിഞ്ഞ കാലത്തെ കണക്കെടുപ്പാണ് നടത്തേണ്ടത്. നന്മകളാണോ തിന്മകളാണോ കൂടുതൽ? ആളുകൾ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ലഹരികൾക്കും DJ പാർട്ടികൾക്കും ന്യൂ ഇയറിന്റെ തലേ ദിവസം ആഘോഷിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പുതു തലമുറയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നന്മയുടെ തിന്മയുടെ കണക്കാണ് എടുക്കേണ്ടത്. ജീവിതത്തിന്റെ ഇന്നലകളിൽ ചെയ്തു പോയ തിന്മകളാണോ കൂടുതലുള്ളത്? അവിടെ മാറ്റങ്ങൾ വരണം. നന്മയുടെ വഴി സ്വീകരിക്കാനും ഒരു പുനർവിചിന്തനത്തിനാണ് ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് കാരണമാവേണ്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇത്തരം ആഘോഷങ്ങൾക്ക് ഇസ്ലാമികമായ നിലപാട് എന്താണ്? നമുക്ക് ആഘോഷിക്കാൻ കഴിയുമോ? മരണചിന്ത അധികരിപ്പിക്കുന്ന വിശ്വാസി ഒരിക്കലും ഈ പുതുവർഷം ആഘോഷിക്കാൻ അവന് കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ന്യൂ ഇയർ ആഘോഷം എന്നത് മുസ്ലിമിനില്ല. ഇസ്ലാം നിശ്ചയിച്ചു വെച്ച, മുസ്ലിമീങ്ങൾക്ക് നിശ്ചയിച്ചു വെച്ചത് 2 ആഘോഷങ്ങളാണ്. അത് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമാണ് അവർക്ക് ആഘോഷിക്കാനുള്ളത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ എവിടെ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്? യഹൂദികളിൽ നിന്ന്, നസാറാക്കളിൽ നിന്നാണ് ഇത്തരം ആഘോഷങ്ങളും സെലിബ്രേഷനുകളും പലപ്പോഴും കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഏത് ആഘോഷമാണെങ്കിലും നമ്മുടേതല്ലാത്ത സംസ്കാരം നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമുക്കതിന് പെർമിഷൻ ഇല്ല. കാരണം അള്ളാഹുവും റസൂലും ശക്തമായി എതിർക്കുന്നു. യഥാർത്ഥത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കുകയാണെങ്കിൽ മുസ്ലിമുകൾ എന്നാണ് ആഘോഷിക്കേണ്ടത്? മുഹറം തുടങ്ങുമ്പോഴാണ്. അവിടെയാണ് ഹിജറ കലണ്ടർ മാറുന്നത്. ഇത് യഥാർത്ഥത്തിൽ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് കലണ്ടർ രൂപപ്പെട്ടതുമായി ചരിത്രപരമായ അത്തരം കാര്യങ്ങൾ, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ആദ്യം ഏപ്രിൽ ആയിരുന്നെങ്കിൽ പിന്നെ ജനുവരിയിലേക്ക് മാറിയതുമായി ബന്ധപ്പെട്ട
ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിപ്പിച്ചത് ഇത്തരം കാര്യങ്ങൾ നമുക്കൊരിക്കലും പാടില്ല എന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചിന്തകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ദാറുൽ അമലാണ്, ഇത് പ്രവർത്തനങ്ങളുടെ ലോകമാണ്. ദാറുൽ ജസായിലേക്ക് യഥാർത്ഥ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ഒരു ലോകം നമ്മൾ പോവേണ്ടവരാണ്. അവിടെ നമ്മളോടൊപ്പം ആരും ഉണ്ടാവുകയില്ല ആ മരണത്തിനു ശേഷം. അവിടേക്കുള്ള നന്മകൾ സമ്പാദിക്കാനുള്ള ഒരു ചെറിയ കാലം മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകളുടെ ഒരു ജനങ്ങളുടെ മനുഷ്യരുടെ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് മുസ്ലിം സമൂഹത്തിലെ ആളുകളെ നമ്മൾ കാണുന്നു. കൂടക്കൂടികളാകേണ്ടവരല്ല മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ആകുന്നവരെ നബി കൃത്യമായി താക്കീതുകൾ ചെയ്തു. നമുക്കൊരു മുസ്ലിം ഐഡന്റിറ്റി ഉണ്ട്, ഒരു ഇസ്ലാമിക സംസ്കാരമുണ്ട്. അത് ഏതിന്റെ പേരിലാണെങ്കിലും ആര് പറഞ്ഞാലും നമുക്കത് ആഘോഷിക്കാൻ അനുവാദമേ ഇല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. അത് ക്രിസ്മസ് ആണെങ്കിലും അതേപോലെ ന്യൂ ഇയർ ആണെങ്കിലും അത് ഓണമാണെങ്കിലും ഏതാണെങ്കിലും ഒരു മുസ്ലിം അവന്റെ വിശ്വാസത്തിന് എതിരായ ഒരാഘോഷത്തോടും പൊരുത്തപ്പെടാനും അതിന്റെ കേക്ക് കഴിക്കാനും അതിന്റെ ഏത് രൂപത്തിലുള്ള സമരസപ്പെട്ടു പോകാനും കഴിയില്ല. പ്രവാചകന്റെ ഹദീസ് എന്താണ്? മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാണ്. ആരോടാണ് സാദൃശ്യപ്പെടുന്നത്? അതുകൊണ്ട് തന്നെ സംഗീതവും പാട്ടും കൂത്തുമായി പുതുവർഷ പുലരി ആഘോഷിക്കുന്നവരിൽ നമ്മുടെ മക്കൾ ഉണ്ടാകാൻ പാടില്ല. ജനുവരി 1 തലേന്ന് നമ്മുടെ അങ്ങാടികൾ മുഴുവൻ DJ പാർട്ടികളും ഇത്തരം ലഹരികൾ, പുതിയ കണക്കനുസരിച്ച് പുതിയ ജനറേഷനിൽ നല്ലൊരു ശതമാനം ലഹരി കുട്ടികൾ ആരംഭിക്കുന്നത് ഇത്തരം ന്യൂ ഇയർ പോലെയുള്ള ആഘോഷ സംഗമങ്ങളിൽ നിന്നാണ്. പുതുതായി ഒരു കുട്ടി ലഹരി ആരംഭിക്കുന്നത് എന്നാണ് പുതിയ കണ്ടെത്തലുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ആ രാത്രിയിൽ വീട്ടിലുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത മാതാപിതാക്കളായ നമുക്ക് ഓരോരുത്തർക്കുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇത്തരം ആഭാസങ്ങൾക്ക് സാക്ഷികളാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ആ നിലക്ക് കൃത്യമായി ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സംസ്കാരത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പലരുമുണ്ട്. ഇവിടെ പല സുഹൃത്തുക്കളുടെയും ആദർശ സഹോദരങ്ങളുടെയും മാതാപിതാക്കൾ ഹോസ്പിറ്റലുകളിലും അതേപോലെ തന്നെ മറ്റ് പ്രയാസങ്ങളിലും ഒക്കെയാണ്. അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അള്ളാഹു ഇനി അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അള്ളാഹു ഇനി അവർക്ക് നിർഭയത്വം സമാധാനവും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم اللهم انا نسالك الجنه اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين.